ഓക്കെ, അപ്പൊ നമ്മൾ BOD വരെ നമ്മൾ നോക്കിയായിരുന്നു അല്ലെ? BOD വരെ നമ്മൾ നോക്കിയായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ കൺസെപ്റ്റ് നോക്കാം. നമുക്ക് എന്താണ് നെക്സ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്? നമ്മുടെ ഗ്രാഫ്. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ റിപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു നേച്ചറിൽ വരും. പ്രൊഫൈൽ, ഗ്രാഫിന്റെ പ്രൊഫൈൽ ഈ ഒരു നേച്ചറിൽ വരും. എങ്ങനെയാണ്? BOD, അതേപോലെ ഈ സൈഡിൽ BOD, ഇവിടെ എന്താണ് വരുന്നത്? ടൈം, ഡേയ്സ്. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു പ്രൊഫൈൽ ഇങ്ങനെ വരും. പ്രൊഫൈൽ ഇങ്ങനെ വരും. ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്? BOD അൾട്ടിമേറ്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് BOD. ഓക്കെ, സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കറിയാം? ഓർഗാനിക് മാറ്റർ ഡികമ്പോസ് ആവുകയാണെങ്കിൽ ഇൻഫൈനൈറ്റ് സമയം എടുക്കും. അത് റിപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫാണ് ഇത്. അപ്പം ഇതെന്താണ്? പാർഷ്യൽ വേരിയേഷൻ മാത്രമാണ്. ഇതെന്താണ്? പാർഷ്യൽ വേരിയേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് വേരിയേഷൻ നോക്കാം. കംപ്ലീറ്റ് വേരിയേഷൻ നോക്കാം. കംപ്ലീറ്റ് വേരിയേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കംപ്ലീറ്റ് വേരിയേഷൻ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഫൈൽ എന്നോട് ഞാൻ വരയ്ക്കാം. എന്താണ് കംപ്ലീറ്റ് വേരിയേഷനിൽ വരുന്നത്? ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ആണ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, അതേപോലെ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, അതേപോലെ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിക്കാം. അത് ഞാൻ BOD എഴുതാം. ഓക്കെ, എന്താണ് നമുക്ക് X ആക്സിസ് Y ആക്സിസ് രണ്ടും റിപ്രസെന്റ് ചെയ്യണം. എന്താണ് BOD? ഇവിടെ എന്താണ്? ടൈം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് BOD ആണ്. ഫസ്റ്റ് സ്റ്റേജ് BOD. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് BOD അല്ലെങ്കിൽ കാർബണേഷ്യസ് BOD. ഫസ്റ്റ് സ്റ്റേജ് BOD അല്ലെങ്കിൽ കാർബണേഷ്യസ് BOD. കാർബണേഷ്യസ് BOD. കാർബണേഷ്യസ് BOD. ഇതെന്താണ്? നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് BOD. നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് BOD ആണ്. BOD സെക്കൻഡ് സ്റ്റേജ് BOD അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? അല്ലെങ്കിൽ നൈട്രോജീനിയസ് BOD. സെക്കൻഡ് സ്റ്റേജ് BOD അല്ലെങ്കിൽ നൈട്രോജീനിയസ് BOD. ജനറലി എന്താണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ നൈട്രോജീനിയസ് BODനെ കൺസിഡർ ചെയ്യത്തില്ല. ബിക്കോസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് ജനറലി നമ്മൾ നൈട്രോജീനിയസ് BODനെ കൺസിഡർ ചെയ്യത്തില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് BOD ആണ്? നമ്മൾ കാർബണേഷ്യസ് BODനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ജനറലി നമ്മുടെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് BOD മാത്രമാണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ, അല്ലെങ്കിൽ കാർബണേഷ്യസ് BOD ആണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ നോക്കിയതിന്റെ എന്താണ് നമ്മൾ നോക്കിയത്? നമ്മൾ നോക്കിയത് THOD നോക്കി അല്ലേ? THOD, തിയറിറ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, THOD എന്ന് പറയുമ്പോൾ എന്താണ്? ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യണം. എങ്ങനെയാണ് ഡികമ്പോസ് ചെയ്യുന്നത്? ഓക്സിജൻ കൺസ്യൂം ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പാരാമീറ്റർ ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ ഡിക്രീസിംഗ് ഓർഡറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എക്സാംസിൽ എങ്ങനെ ഇൻക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നമ്മുടെ COD ആണ്. അപ്പോൾ തിയറിറ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫുൾ ആയിട്ട് ഓർഗാനിക് മാറ്റർ ഡികമ്പോസ് ചെയ്യും. അപ്പോൾ എന്താണ്? ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഉണ്ട്, അതേപോലെ നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ന്യൂമറിക്കലി നമ്മൾ ഡികമ്പോസ് ചെയ്യിപ്പിക്കുകയാണ് തിയറിറ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡിൽ. COD എന്ന് പറയുമ്പോൾ എന്താണ്? COD എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യണം. അപ്പോൾ എന്താണ്? അഗെയിൻ ബയോഡിഗ്രേഡബിൾ, അതേപോലെ നോൺ ബയോഡിഗ്രേഡബിൾ ഉണ്ട്. ഓക്കെ, പക്ഷെ എന്താണ്? നമുക്കറിയാം ഇൻഫൈനൈറ്റ് സമയം എടുക്കും ഡികമ്പോസിഷൻ നടക്കുമെങ്കിൽ. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ തിയറിറ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു COD. ക്ലിയർ ആണല്ലോ? ഇതും എങ്ങനെയാണ്? ഓർഗാനിക് മാറ്റർ തന്നെയാണ് ഡികമ്പോസ് ആവുന്നത്, പക്ഷെ എന്തിനാണ് കൺസ്യൂം ചെയ്യുന്നത്? ഓക്സിജൻ കൺസ്യൂം ചെയ്യണം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് എന്താണ് വരുന്നത്? BOD. ഓക്കെ, BOD അൾട്ടിമേറ്റ്. BOD അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം എന്താണ്? ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ അല്ല, ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആണ് ഇവിടെ പോയിന്റ് ഓഫ് കൺസേൺ. ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആണ് പോയിന്റ് ഓഫ് കൺസേൺ വരുന്നത്. ഓക്കെ, ഇത് അഗെയിൻ ഓക്സിജനെയാണ് കൺസ്യൂം ചെയ്യുന്നത്.
നെക്സ്റ്റ് എന്താണ് വരുന്നത്? TOC. TOC എന്ന് പറയുമ്പോൾ എന്താണ്? ഓർഗാനിക് മാറ്റർ ആണ്. ഇത് റിപ്രസെന്റ് ചെയ്യുന്ന പാരാമീറ്റർ ഏതാണ്? കാർബൺ ആണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ഇൻക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ ചോദിക്കും, അല്ലെങ്കിൽ ഇതിനേക്കാളും വലുതാണെന്ന് ചോദിക്കും. അതൊക്കെ നമ്മൾ n നമ്പർ ഓഫ് ടൈംസ് കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇനിയുള്ളത്? ഇനി നമുക്ക് നോക്കാം എന്താണ് പോയിന്റ് ഓഫ് കൺസേൺ. ഫിഫ്ത്ത് പോയിന്റ് അല്ലേ? ഫിഫ്ത്ത് പോയിന്റിൽ നമ്മൾ എന്താണ് നോക്കേണ്ടത്? POD ultimate by COD. BOD ultimate by COD. Okay, BOD ultimate by COD. അപ്പോൾ എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ബൈ ടോട്ടൽ ഓർഗാനിക് മാറ്റർ അല്ലേ? ഇതിന്റെ മീനിങ് അതല്ലേ? ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ബൈ ടോട്ടൽ ഓർഗാനിക് മാറ്റർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ റേഞ്ച് നമ്മൾ അറിയാം. എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള റേഞ്ച് ആണ്. എന്താണ് റേഞ്ച് വരുന്നത്? 0 to 1 അല്ലെ? 0 എങ്ങനെയായിരിക്കും വരുന്നത്? 0 വരുവാണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ എന്തായിരിക്കും? ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ 0 ആണെങ്കിൽ 0/0 വരും. ഓക്കെ, 0 ഇപ്പം ഇപ്പൊ നമ്മുടെ കേസിൽ പറയുമ്പോൾ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ 0 ആണെങ്കിൽ നോൺ ബയോഡിഗ്രേഡബിൾ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ചില കേസിൽ ഈക്വൽ ടു 0 ആയിരിക്കും, ചില കേസിൽ അൺഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ 0 ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇൻ കേസ് 1 വരുന്നെങ്കിൽ എപ്പോഴായിരിക്കും വരുന്നത്? ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ നമ്മുടെ സിസ്റ്റത്തിൽ എന്തായിരിക്കും? നമ്മുടെ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യും. നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഈക്വൽ ടു 0 ആയിരിക്കും. ആ കേസിൽ മാത്രമേ നമ്മുടെ ബയോഡിഗ്രേഡബിൾ, അതേപോലെ താഴെ എന്താണ്? ബയോഡിഗ്രേഡബിൾ. ഓക്കെ, പ്ലസ് നോൺ ബയോഡിഗ്രേഡബിൾ. ഓക്കെ, ഇൻ കേസ് ഇത് 0 ആണെങ്കിൽ എന്താണ്? BD/BD എന്ന് വരും. അപ്പോൾ എന്താണ്? മാഗ്നിറ്റ്യൂഡ് എന്തായിട്ട് വരും? 1 വരും. അതേപോലെ നമ്മുടെ BD തന്നെ 0 ആണെങ്കിൽ ടോട്ടൽ പാരാമീറ്റർ 0. അതുകൊണ്ടാണ് റേഞ്ച് നമ്മുടെ 0 to 1 എന്ന് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറയുമ്പോൾ ഇപ്പം ഇതിന്റെ വാല്യൂ ഇൻ കേസ് നമ്മുടെ എക്സാംസിൽ ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 60 അല്ലെങ്കിൽ 0.6 ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 60% എന്ന് പറയുന്നത് എന്താണ്? 60% എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആണ്. 60% എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ ആണ്. അതേപോലെ 40% എന്ന് പറയുന്നത് എന്താണ്? നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ജനറലി എങ്ങനെയാണ് പറയുന്നത്? ക്വസ്റ്റ്യനിൽ ജനറലി ചോദിക്കും BOD, സിമ്പിൾ ആയിട്ട് BOD/COD അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആയത് ഇത് അൾട്ടിമേറ്റ് BOD അല്ല. ഇത് ഏത് BOD ആണ്? ഇത് BOD 5 at 20 degrees Celsius ആണ്. BOD 5 at 20 degrees Celsius by BOD ആണ്. ഓക്കെ, അപ്പം അത് അൾട്ടിമേറ്റ് BOD അല്ലെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ BOD 5 എന്ന് പറയുമ്പോൾ എന്താണ്? BOD 5 എന്ന് പറയുമ്പോൾ അതിന്റെ റേഞ്ചും ഉണ്ട്. ഓക്കെ, അതിന്റെ റേഞ്ച് വേറെയാണ്. ഇത് രണ്ടിന്റെ റേഞ്ച് കൺഫ്യൂസ് ആകും. ഇതിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 0 to 0.68 ആണ് ഇതിന്റെ റേഞ്ച്. ഓക്കെ, അപ്പം അതിന്റെ അർത്ഥം എന്താണ്? സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? BOD 5 at 20 degrees Celsius equal to 0.68 അല്ലെങ്കിൽ 68% ഓഫ് BOD അൾട്ടിമേറ്റ്. ഓക്കെ, 68% ഓഫ് BOD അൾട്ടിമേറ്റ്. ഇത് നിങ്ങളുടെ ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ യൂസ്ഫുൾ ആകും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ്? നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് COD/TOC. COD/TOC എന്ന് പറയുമ്പോൾ എന്താണ്? അഗെയിൻ ഇത് ഓർഗാനിക് മാറ്റർ ആണ്, ഡിവൈഡ് ബൈ ഓർഗാനിക് മാറ്റർ ആണ്. ഓക്സിജൻ കൺസ്യൂം ചെയ്യുകയാണ്. ഇതും ഓക്സിജനെയാണ്, സോറി ഇത് നമ്മുടെ കാർബണിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഓക്സിജൻ ആണെങ്കിൽ ഇത് TOC എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ ആണ്. നമുക്ക് ഓൾറെഡി നോക്കി. ഇതെങ്ങനെ നമുക്ക് ടെസ്റ്റ് വൈസിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതെന്താണ്? നമ്മുടെ തിയറിറ്റിക്കൽ ആണ്. ഓക്കെ, ഇത് നമ്മുടെ തിയറിറ്റിക്കൽ ആണ്, മറ്റേത് എന്താണ്? ടെസ്റ്റ് ആണ്. ഓക്കെ, അതേപോലെ ഇതിന്റെ റേഞ്ചും ഉണ്ട്. ഇതിന്റെ റേഞ്ച് എന്താണ്? ഇതിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 0 to ഇതിന്റെ റേഞ്ച് എന്താണ്? 0 to 5.33. 0 to 5.33. ഓക്കെ, അപ്പം COD/TOC എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഓർഗാനിക് മാറ്റർ സിമ്പിൾ ആണോ അതോ കോംപ്ലെക്സ് ആണോ എന്ന് മനസ്സിലാവും. നമ്മുടെ ഓർഗാനിക് മാറ്റർ സിമ്പിൾ ആണോ അതോ കോംപ്ലെക്സ് ആണോ എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഗാനിക് മാറ്റർ കോംപ്ലെക്സ് ആണെങ്കിൽ എന്താണ്? നമ്മുടെ ഓർഗാനിക് മാറ്റർ കോംപ്ലെക്സ് ആണെങ്കിൽ ഇൻ കേസ് നമ്മുടെ CODയിലാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആഡ് ചെയ്യും അല്ലെ? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് ഒരു കൺസംഷനും നടക്കത്തില്ല. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർഗാനിക് മാറ്റർ കോംപ്ലെക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കൺസ്യൂം ആയിട്ടില്ല അല്ലെങ്കിൽ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? CODയും 0 ആണ് അല്ലെ? COD 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർഗാനിക് മാറ്റർ എന്താണ്? കോംപ്ലെക്സ് ആണ്. ഓക്കെ, ഓർഗാനിക് മാറ്റർ എന്താണ്? കോംപ്ലെക്സ് ആണ്. ഓക്കെ, ഇൻ കേസ് നമ്മുടെ ഓർഗാനിക് മാറ്റർ സിമ്പിൾ ആണ്. ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി നോക്കി മീഥേൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓർഗാനിക് മാറ്റർ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ആണ്. അപ്പോൾ അതിന്റെ റേഞ്ച് എത്രയാണ്? 5.33. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഞ്ച് എത്രയാണ് ലൈ ചെയ്യുന്നത്? 0 to
5.33 ആണ് ലൈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് നമ്മുടെ മനസ്സിലാക്കുന്ന ഒരു പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇതിൽ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ഓർഗാനിക് മാറ്റർ സിമ്പിൾ ആണോ കോംപ്ലക്സ് ആണോ എന്ന്. ഏത് പാരാമീറ്റർ ആണ് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ COD/TOC ആണ് നമ്മുടെ ഓർഗാനിക് മാറ്റർ സിമ്പിൾ ആണോ കോംപ്ലക്സ് ആണോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. എന്താണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഇക്വലന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് പോപ്പുലേഷൻ ഇക്വലന്റ്. population equivalent. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ PE എന്ന് എഴുതാം. ഓക്കെ, പോപ്പുലേഷൻ ഇക്വലന്റ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് PE എന്ന് എഴുതാം. ഓക്കെ, സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാവും ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്. നമ്മുടെ സീവേജ് പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്കറിയാം എന്താണ് അതിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ചുമ്മാ ട്രീറ്റ്മെന്റ് നടക്കത്തില്ല. എന്താണ് അതിൽ കോസ്റ്റ് ഇൻവോൾവ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സീവേജ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വേസ്റ്റ് ആണ്, അതിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. ഓക്കെ, കോസ്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അത് ആരാണ് പേ ചെയ്യേണ്ടത്? നമ്മളാണ് പേ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കറിയാം സാനിറ്ററി സീവേജ് എന്ന് പറയുമ്പോൾ എന്താണ്? സാനിറ്ററി സീവേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് സീവേജ് ഉണ്ട്, അതേപോലെ എന്താണ് ഇൻഡസ്ട്രിയൽ സീവേജ് ഉണ്ട്. അത് നമുക്കറിയുന്നതാണ് അല്ലെ. അതേപോലെ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ടോട്ടൽ കോസ്റ്റ് വേണം അല്ലെ. നമുക്ക് രണ്ടും ട്രീറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് വേണം. ഫോർ എക്സാമ്പിൾ ഡൊമസ്റ്റിക് സീവേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ₹X, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ₹X പെർ ക്യാപിറ്റ പെർ ടൈം ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഡൊമസ്റ്റിക് സീവേജ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം ₹10 പെർ ക്യാപിറ്റ പെർ ടൈം എന്ന് പറഞ്ഞാൽ മന്ത് എന്ന് എഴുതാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, അതിന്റെ റിപ്രസെന്റ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് ഇത്. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പേഴ്സൺ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് സീവേജ്. ഓക്കെ, അതിന് കോസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ₹10 ആണ്. ഓക്കെ, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ₹10 ആണ്. ഇൻ കേസ് ഒരു വീട്ടിൽ 4 പേരുണ്ട്, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര ആയിരിക്കും? 4 × 10 അല്ലെ. ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? 4 × 10, അതായത് ₹40. ക്ലിയർ ആണല്ലോ? ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? ₹40 ആയിരിക്കും. അത് മനസ്സിലായല്ലോ? നമുക്ക് ഇൻഡസ്ട്രി നോക്കാം. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞത് സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ഡൊമസ്റ്റിക് സീവേജ് ആണ്. ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറയാൻ നമുക്ക് പെട്ടെന്ന് അതിന്റെ കോസ്റ്റ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. ഓക്കെ, ഈസിയാണ്, സിമ്പിൾ ആണ്. ഓക്കെ, പക്ഷേ ഇൻഡസ്ട്രി എന്താണ് ഹ്യൂജ് എമൗണ്ട് ഓഫ് വേസ്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയായിരിക്കും നമുക്ക് അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് പാടാണ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ പോപ്പുലേഷൻ ഇക്വലന്റിന്റെ കൺസെപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇൻഡസ്ട്രിയൽ സീവേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറയുമ്പോൾ എന്താണ് കൺസെപ്റ്റ് എന്ന് പറയുവാണെങ്കിൽ എന്താണ് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡൊമസ്റ്റിക് സീവേജിലുള്ള ആൾക്കാർ എത്ര ഇക്വലന്റ് ടു നമ്മുടെ ഇൻഡസ്ട്രിയുടെ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എത്ര ഇക്വലന്റ് ആയിട്ട് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സീവേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് എത്ര ആൾക്കാരുടെ ഇക്വലന്റ് ആണ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലായി കാണുന്നതിൽ നല്ലോണം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ എന്താണ് പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറയുമ്പോൾ എന്താണ് BOD ഡൊമസ്റ്റിക് സീവേജ്. ഓക്കെ, BOD ഡൊമസ്റ്റിക് സീവേജ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് പോപ്പുലേഷൻ ഇക്വലന്റ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? BOD ഇൻഡസ്ട്രിയൽ സീവേജ്. ക്ലിയർ ആണല്ലോ? ഇതിന് ഞാൻ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് എഴുതാം. എന്താണ് കൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻ കേസ് BOD നമുക്ക് ഡൊമസ്റ്റിക് സീവേജിന്റെ തന്നിട്ടുണ്ട്. എന്താണ് 100 gram പെർ ക്യാപിറ്റ പെർ ഡേ. ഓക്കെ, അതേപോലെ BOD ഇൻഡസ്ട്രിയൽ സീവേജിന്റെ തന്നിട്ടുണ്ട് 10⁵ kg പെർ ഡേ. ഓക്കെ, ഇൻ കേസ് ഇത് രണ്ട് പാരാമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ BOD ഇൻഡസ്ട്രിയൽ സീവേജ് ബൈ BOD ഡൊമസ്റ്റിക് സീവേജ്. BOD ഇൻഡസ്ട്രിയൽ സീവേജ് ബൈ BOD ഡൊമസ്റ്റിക് സീവേജ്. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 10⁵ into 3 kg കൺവേർഷൻ ചെയ്യാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 10⁵2. ഓക്കെ, 10⁵2. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 10⁶ BOD ഡൊമസ്റ്റിക് സീവേജ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ എഴുതിയതുള്ളൂ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇൻഡസ്ട്രി എത്ര സീവേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എത്ര ആൾക്കാരുടെ ഇക്വലന്റ് ആണ്? അത് 10 lakhs ആൾക്കാരുടെ ഇക്വലന്റ് ആണ്. അല്ലെങ്കിൽ 10 lakh ആൾക്കാർ എത്ര വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് ഒരു ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിന്റെ ഇക്വലന്റ് ആയിരിക്കും. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സീവേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ പ്രസന്റ്ലി എന്താണ് അത് 10 lakh ആൾക്കാരുടെ ഇക്വലന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനാണ് നമ്മൾ പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിനാണ് നമ്മൾ പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇതിനെയും കൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇൻ കേസ് നമ്മുടെ BOD എന്താണ് BOD ഡൊമസ്റ്റിക് സീവേജ്. ഓക്കെ, BOD ഡൊമസ്റ്റിക് സീവേജ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 100 gram
പെർ ക്യാപിറ്റ പെർ ഡേ അതാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ ഇൻ കേസ് ഒരു ദിവസം ഒരാൾ എത്ര വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അതിനെ ഡികമ്പോസ് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണം, അതാണ് റിപ്രസെന്റ് ചെയ്യുന്ന പാരാമീറ്റർ. അപ്പോൾ എന്താണ് ഈ ഒരു പാരാമീറ്റർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ കേസ് ഒരാൾ ഒരു ദിവസം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനെ ഡികമ്പോസ് ചെയ്യാൻ 100 ഗ്രാം ഓക്സിജൻ വേണം, അതിനെ ഡികമ്പോസ് ചെയ്യാൻ 100 ഗ്രാം ഓക്സിജൻ വേണം. അതാണ് ഈ ഒരു പാരാമീറ്റർ റിപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, എന്താണ്? ഒരു ദിവസം ഒരാൾ എത്ര വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ ഡികമ്പോസ് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണം. ഇവിടെ പ്രസന്റ്ലി 100 ഗ്രാം ആണ് വേണ്ടത്. അതിനെയാണ് നമ്മൾ BOD 5 BOD ഡൊമസ്റ്റിക് ഇമേജ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥമാണ് 100 ഗ്രാം പെർ ക്യാപിറ്റ പെർ ഡേ. അതിന്റെ അർത്ഥമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് മനസ്സിലാക്കാൻ, അതാണ് സിമ്പിൾ ടേംസിൽ പറഞ്ഞത്. അപ്പോൾ പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ആൾക്കാർ ഇക്വലന്റ് ആണ്. എത്ര ആൾക്കാർ ചേർന്നാൽ ഒരു ഇൻഡസ്ട്രി വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ ഇക്വലന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്താ? ഓക്കെ, അപ്പൊ പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് സീവേജ് അത് എത്ര നമ്പർ ഓഫ് പീപ്പിളിന്റെ ഇക്വലന്റ് ആണ്, അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താങ്ക് യു.